ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനം കേൾക്കുവാൻ ഒരവസരം കൂടി നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം ധാരാളമായി തിരുവചനം കേൾക്കുകയും തിരുവചനപ്രകാരം ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പല സമർപ്പണങ്ങൾ എടുത്തിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുക, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക, നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുക. ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറമുള്ള സ്വർഗരാജ്യത്തിനായി നമ്മെ തന്നെ ഒരുക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും സുപരിചിതവുമായ വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ലോകത്തെ സ്നേഹിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏതെങ്കിലും കല്ല് മരങ്ങളെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും സൃഷ്ടികളെയോ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ മനുഷ്യജാതിയുടെ പാപത്തിൻ്റെ പരിഹാരമാകുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, യേശുക്രിസ്തുവിനേക്കാൾ അധികമായി പിതാവായ ദൈവം പാപത്തിൽ ആണ്ടുപോയ മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിനെ ക്രൂശിൽ മരിപ്പാൻ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് സാക്ഷാൽ സ്നേഹമെന്ന് തിരുവചനം പറയും. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഈ ലോകത്തെ വിധിപ്പാനല്ല, അല്ലെങ്കിൽ മനുഷ്യനെ വിധിപ്പാനല്ല, മനുഷ്യനെ വിധിച്ച് തള്ളിക്കളയുവാനല്ല, പിന്നെയോ യേശുക്രിസ്തുവിനാൽ, കർത്താവായ യേശുക്രിസ്തുവിനാൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ തിരുവചനം നാം വായിക്കുമ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച് മനുഷ്യനോടുകൂടെ തൻ്റെ പരസ്യശുശ്രൂഷകൾ ചെയ്ത 3.5 കൊല്ലത്തെ ആ കാലയളവിൽ നിന്ന് നോക്കുമ്പോൾ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്നവർ വളരെ ചുരുക്കമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിത്യജീവൻ ചോദിച്ച് കർത്താവിൻ്റെ അരികിൽ വന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ രോഗം മാറുവാൻ, പട്ടിണി മാറുവാൻ, മക്കളുടെ കാര്യം പറഞ്ഞ്, മരണത്തിൻ്റെ കാര്യം പറഞ്ഞ്, ഇങ്ങനെ ഈ ലോകത്തിലെ അനേക കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ അരികിൽ അനേകർ കടന്നു വന്നു. തിരുവചനം നാം പഠിക്കുമ്പോൾ ആ യേശുവിൻ്റെ അരികിൽ ഏതെല്ലാം ആവശ്യമായി ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അതൊക്കെയും കർത്താവ് അവർക്ക് നിവർത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നിക്കോദീമോസ് യേശുവിൻ്റെ അരികിൽ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണിയായിരുന്നു എന്നും അവൻ രാത്രിയിലാണ് വന്നതെന്നെല്ലാം നാം തിരുവചനത്തിൽ വായിച്ച് കേൾക്കുന്നുണ്ട്. അനേക കാര്യങ്ങൾ കർത്താവിന് പറഞ്ഞു കൊടുത്തുവെങ്കിലും അവന് നിത്യജീവനെക്കുറിച്ചോ രക്ഷയുടെ ആഴങ്ങളെക്കുറിച്ചോ ഒന്നും അവൻ അന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിക്കോദീമോസിനെ കുറിച്ച് തിരുവചനത്തിൽ പിന്നെ നാം പഠിക്കുന്നുണ്ട്, അവൻ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി തീർന്നു എന്ന്. യേശുക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ അനുഭവിക്കുവാൻ നിക്കോദീമോസിന് ഭാഗ്യം ലഭിച്ചു എന്ന്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം ഒരു പ്രമാണിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന് ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ആരും ചോദിക്കാത്ത, ആരും കർത്താവിൻ്റെ അരികിൽ വന്ന് ആവശ്യപ്പെടാത്ത വിലയേറിയൊരു ചോദ്യവുമായിട്ടാണ് അവൻ കടന്നു വന്നിരിക്കുന്നത്. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, അനേകരെ ചോദിക്കാത്ത, എന്നാൽ ഏറ്റവും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ആ പ്രമാണി യേശുവിനോട് ചോദിച്ചത്. ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ വലിയ
വിലയേറിയൊരു അനുഭവമാണ് എന്ത്? നിത്യജീവൻ, ആത്മാവിൻ്റെ രക്ഷ, കടന്നു ചെല്ലുന്ന സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം. പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണി യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ അവൻ ചോദിച്ചത് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ചോദ്യവുമായിട്ടാണ് അവൻ വന്നത്. തിരുവചനത്തിൽ മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 16 മുതലും മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 17 മുതലും ഈ കാര്യം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് എന്നാൽ ഇവൻ നിത്യജീവൻ പ്രാപിച്ചു എന്ന് ഒരിടത്തും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വിലയേറിയ ആവശ്യവുമായി ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ആരും ചോദിക്കാത്തൊരു ചോദ്യവുമായിട്ടാണ് ആ മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവനോട് പറയുന്നുണ്ട്, വായിച്ചു കേൾക്കാം നമുക്ക്. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവത്തിന് കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. നല്ലവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നല്ലവനാകൊണ്ട് നിങ്ങൾക്ക് കണ്ണുകടിയുണ്ടോ എന്ന്, ഞാൻ നല്ലവനാകൊണ്ട് നിങ്ങളുടെ കണ്ണ് കടിക്കുന്നുവോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ആ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്ത 6 മണി നേരത്ത് വന്നവർ, 9 മണി നേരത്ത് വന്നവർക്കും 11 മണി നേരത്ത് വന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കൂലി കൊടുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ രാവിലെ തന്നെ വന്ന് അധ്വാനം തുടങ്ങിയവര് ആ നീരസപ്പെട്ടു, അസൂയപ്പെട്ടു. അവര് തങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് ചിന്തിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ ഒരു പണം പറഞ്ഞൊത്തല്ലയോ നിങ്ങൾ പണിക്ക് വന്നത്, ജോലിക്ക് വന്നത്, നിങ്ങൾക്കുള്ളത് വാങ്ങി നിങ്ങൾ പോയിക്കൊള്ളുക എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നല്ലവനാകൊണ്ട് നിങ്ങൾക്ക് കണ്ണ് കടിക്കുന്നു എന്ന്. ഈ പ്രമാണി യേശുവിൻ്റെ അരികിൽ വന്നത് യേശുവിനെ നല്ലവനെന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് അവൻ നല്ലവനാണെന്ന് പറഞ്ഞു വന്ന ആ മനുഷ്യനോട്, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശു അവനോട് പറഞ്ഞു, നിനക്ക് ന്യായപ്രമാണം അറിയാമല്ലോ, മോശയിലൂടെ കിട്ടിയ കൽപ്പനയൊക്കെ നിനക്കറിയാമല്ലോ, നീ അതൊക്കെയും ആചരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി, നിനക്ക് നിത്യജീവൻ കിട്ടുമെന്ന് കർത്താവ് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ, ആ പ്രമാണി ചാടി യേശുവിനോട് പറയുകയാണ്, ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. മക്കളെ, ഒരഴിഞ്ഞാടിയ ജീവിതം നയിച്ച, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അടിമയായി ജീവിച്ച, പാപത്തിൽ ജീവിച്ച ഒരു സാധാരണക്കാരനായിരുന്നില്ല അവൻ. അവൻ ന്യായപ്രമാണം അച്ചട്ടായി ആചരിക്കുകയും മോശയിലൂടെ ദൈവം മനുഷ്യന് കൊടുത്ത ആ കൽപ്പനകളെല്ലാം അവൻ്റെ ജീവിതത്തിൽ പ്രമാണിക്കുകയും ചെയ്തു പോന്നു എന്ന് അവൻ ധൈര്യത്തോടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ അങ്ങനെ ആചരിച്ചില്ല, അല്ലെങ്കിൽ കാത്തുകൊണ്ടില്ല എന്ന് കർത്താവ് അവനോട് പറയുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശു ആ മനുഷ്യനെ നോക്കി അവനെ സ്നേഹിച്ചു. അവൻ കർത്താവിനോട് പറഞ്ഞു, ഗുരു, ഈ കൽപ്പനകളൊക്കെ ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരുന്നു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ കൽപ്പന പ്രമാണിക്കുന്നവനായിരുന്നു. എന്നാൽ കർത്താവ് അവനെ സ്നേഹിച്ചിട്ട് അവനെ നോക്കിയിട്ട് ഒരു കാര്യം അവനോട് പറയുകയാണ്, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കാം. ഇവിടെ കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചിട്ട് യേശു അവനോട് പറയുകയാണ്, മകനെ, ഒരു കുറവ് നിനക്കുണ്ട്, നീ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവനോട് വളരെ പ്രയാസമുള്ളത്, അല്ലെങ്കിൽ മാനുഷിക ബുദ്ധികൾ ചിന്തിക്കുമ്പോൾ വളരെ കഠിനമേറിയൊരു കാര്യമാണ് പറഞ്ഞത്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക എന്ന്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം വേണമെങ്കിൽ നീ ഈ ഒരു കാര്യം കൂടി നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായെങ്കിലേ നിനക്ക് നിക്ഷേപം ഉണ്ടാകുകയുള്ളൂ, നിനക്ക് നിത്യജീവൻ കിട്ടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട്
ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവൻ വലിയൊരു ധനികനായിരുന്നത് കൊണ്ട് ആ കർത്താവ് പറഞ്ഞ വചനം അവൻ അതിദുഃഖമായി തീർന്നു. അതിലവന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു അവനോട് പറഞ്ഞ ആ വചനം അവന് ദുഃഖമായി തീർന്നു. അവനത് സന്തോഷമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിധി മറഞ്ഞിരിക്കുന്ന ഒരു വയല് ഒരു മനുഷ്യൻ കണ്ടിട്ട് അവൻ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയല് വാങ്ങിയെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ നിധി മറഞ്ഞിരിക്കുന്ന വയല് കണ്ട് അവൻ സന്തോഷത്തോടെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദുഃഖത്തോടെയല്ല പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ. ഹൃദയത്തിൽ ആ നിധി കണ്ടതുകൊണ്ട്, ഹൃദയത്തിൽ യേശുക്രിസ്തു കൊടുത്ത് സമാധാനം കിട്ടിയതുകൊണ്ട്, യേശുക്രിസ്തുവിനെ പിൻപറ്റുവാനുള്ള തീരുമാനം വന്നതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ളത് എല്ലാം അവൻ വിറ്റ് അവൻ ആ നിധി മറഞ്ഞിരിക്കുന്ന ആ വയല് വാങ്ങിയെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നാം യേശുക്രിസ്തുവിനെ പിൻപറ്റുവാൻ സമർപ്പണം എടുത്തിട്ടുള്ളവരാണ്. നാം തിരുവചനം കൂടെ കൂടെ കേൾക്കുന്നവരാണ്. എന്നാൽ ദൈവമക്കളെ, ഈ നിധി മറഞ്ഞിരിക്കുന്ന ആ വയല് നാം കണ്ടെത്തിയിട്ടുണ്ടോ? നമുക്കുള്ളതൊക്കെയും വിറ്റ് വാങ്ങുവാൻ തക്കവണ്ണം വിലയേറിയൊരു നിധിയാണെന്ന് നാം കണ്ടെത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അനേകർക്കും ഇന്ന് അങ്ങനെയൊരു കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം. എല്ലാം വിറ്റ് വാങ്ങേണ്ട, സകലതും വിട്ട് പിൻപറ്റേണ്ട ഒരു നിധിയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന് സ്തോത്രം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗീയ പ്രകാശം കണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ദമസ്കോസിന്റെ പടിവാതിക്കല് കണ്ണു കാണാത്തവനായി ആ നടുറോഡിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഇവിടെ വെച്ച് ഞാൻ നഷ്ടമാണ് ചെയ്തതെന്ന് എണ്ണുകയാണെന്ന്. ദൈവമക്കളെ, അതുവരെ വിലയുള്ളതായിരുന്നു. റോമ പൗരനാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, പരീശന്മാരുടെ കൂട്ടത്തിൽ അനിന്യനാണ്, ദൈവത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യനാണ്. ഇങ്ങനെയുള്ള അനേക മേന്മകൾ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, അതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണിയെന്ന്. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവമക്കളെ, അതെല്ലാം വിറ്റുകളഞ്ഞു, അതെല്ലാം വിട്ടുകളഞ്ഞു. ഒരു കാലത്ത് വിലയുള്ളതായിരുന്നു, അത് വിലയേറിയത് തന്നെയായിരുന്നു. എന്നാൽ അതൊന്നും വിലയില്ലാത്തതാണെന്ന് അപ്പോസ്തലൻ കണ്ടുമുട്ടിയപ്പോൾ സാക്ഷാൽ രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ അതുവരെയും താൻ ഉപധരിച്ചിരുന്ന ആ യേശുവിനെ മുഖാമുഖം കണ്ടുമുട്ടിയപ്പോൾ, അവൻ ഇടപെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന് മനസ്സിലായി അതെല്ലാം ചപ്പാണ്, അതെല്ലാം ചവറാണ്, അതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് എന്തെല്ലാം വിട്ടുപിരിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിലയില്ലാത്തതായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പ്രമാണി അവൻ ധനികനായതുകൊണ്ട് അവൻ നിരാശനായി അല്ലെങ്കിൽ ദുഃഖത്തോടെ മടങ്ങിപ്പോയി എന്നാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 23-24 നമുക്ക് വായിച്ചു കേൾക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ അടുത്ത് നിന്നവരോട് പറയുകയാണ്, അവൻ പോയത് കൊണ്ട് കർത്താവ് ദുഃഖത്തോടെ അല്ലെങ്കിൽ അടുത്ത് നിന്നവരോടൊക്കെ കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നവരൊക്കെ ചിന്തിച്ചു, ആത്മാവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, എല്ലാം വിറ്റെങ്കിലേ നിത്യരാജ്യം കിട്ടുകയുള്ളൂ എങ്കിൽ ഇത് ആർക്ക് കഴിയുമെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. വായിക്കാം. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. പ്രിയപ്പെട്ടവരെ, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരും കേട്ടുവന്നവരും എല്ലാം വിസ്മയിച്ചു പോയി. വായിക്കാം. എന്നാൽ യേശു പിന്നെയും, മക്കളെ,
സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ദൈവത്തിന് സ്തോത്രം. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന്. പ്രിയപ്പെട്ടവരെ, സമ്പത്തുള്ളതല്ല, പിന്നെയോ സമ്പത്തിൽ നമ്മുടെ ഹൃദയം പതിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലെ നിക്ഷേപങ്ങളിലാണ്. നമ്മുടെ ഹൃദയം ഈ ലോകത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. തിരുവചനം പറയും, നിന്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന്. ദൈവമക്കളെ, നാം എളിമയോടെ ചിന്തിക്കണം. നമ്മുടെ ഹൃദയം ഇന്ന് എവിടെയാണെന്ന്. യേശുവിനോട് കൂടെയാണോ? യേശുക്രിസ്തുവിന്റെ വചനത്തോട് കൂടെയാണോ? ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ, നിങ്ങൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ, അല്ല നിങ്ങൾ ജോലി സ്ഥലത്തിരിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ ഹൃദയം എവിടെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ക്രിസ്തുവുമായി ഒരു ബന്ധമുണ്ടോ? നമ്മുടെ ഹൃദയം ഉയരത്തിലേക്ക് പൊങ്ങുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ സ്തുതിയുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ടോ? യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണമെന്നുള്ള ആ ദാഹം നമ്മെ ഭരിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, സമ്പത്തുള്ളത് കൊണ്ടല്ല, സമ്പത്തിൽ ആശ്രയിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കാത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്രയം ക്രിസ്തുവിലായി തീരണം. നമ്മുടെ ആശ്രയം ഈ ലോകത്തിൽ നിന്ന് പറയണം. നാം ആശ്രയം വെച്ചിരുന്നതൊക്കെയും വിട്ട് കർത്താവിനെ ആശ്രയം വെച്ചെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഈ ലോകത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും വിലയേറിയ ആത്മാവിൻ്റെ രക്ഷ വേണ്ട എന്ന് വെച്ചിട്ട് അവനാ ഈ ലോകത്തിൻ്റെ ധനം കൊണ്ടവൻ പുറകോട്ട് പോയി എന്ന് നാം മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ഈ ലോകം വിടാൻ, അല്ലെങ്കിൽ അവൻ്റെ ധനം വിടാൻ മനസ്സിലായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, അവൻ ആത്മാവിൻ്റെ രക്ഷയേക്കാൾ, നിത്യജീവനേക്കാൾ അവന് പ്രധാനമായിരുന്നത് ഈ ലോകത്തിലെ സമ്പത്തായിരുന്നു. ദൈവമക്കളെ, അവൻ വന്നതുപോലെ മടങ്ങിപ്പോയി എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ വിലയേറിയ നിധി കർത്താവിന് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓരോ തിരുവചനം കേൾക്കുമ്പോഴും, ഓരോ കൂട്ടായ്മകളിൽ വരുമ്പോഴും, യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുമ്പോഴും നാം മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവരെ, നമുക്ക് നിത്യജീവൻ തരാൻ, നമ്മുടെ ആത്മാവിന് രക്ഷ തരാൻ യേശുക്രിസ്തു മനസ്സായി നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണെന്ന്. ദൈവമക്കളെ, നാം ഒന്ന് പറഞ്ഞാൽ മതി, കർത്താവേ, എനിക്ക് മനസ്സാണെന്ന്, എനിക്ക് മനസ്സാണെന്ന്. യേശുവേ, നിന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാൻ, എൻ്റെ പാപം വിടുവാൻ, എൻ്റെ ലോകസുഖം വിടുവാൻ, എൻ്റെ ഈ ലോകത്തിലുള്ള ഇമ്പങ്ങൾ വിടാൻ എനിക്ക് മനസ്സാണ് കർത്താവേ. നീ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് എൻ്റെ കർത്താവ് കാതോർത്ത് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രമാണിക്ക് അത് പറയാൻ കഴിയാതെ അവൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ പറയുകയാണ്, ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ വിശദമായിട്ട് പത്രോസ്ലിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ നിമിത്തം, അല്ലെങ്കിൽ ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, യേശുക്രിസ്തുവിൻ്റെ വേലയെ പ്രതി, ഹൃദയത്തിൽ നാം എടുത്തിരിക്കുന്ന സമർപ്പണത്തെ പ്രതി, പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവരെല്ലാം വിട്ടുപിരിഞ്ഞു എന്നാണോ മനസ്സിലല്ല. അവരോടുകൂടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം അതിൽ നിന്നെല്ലാം പറഞ്ഞ് ഉയർന്നു നിൽക്കുന്ന ഒരനുഭവം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് നാം ചിന്തിക്കാറുണ്ടോ? ഏതെല്ലാം വിഷയങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത്? എന്താണ് പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞത്? അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും നിലം ഉരമ്പടങ്ങളെക്കാളും മക്കളെക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കാത്ത ഒരുവന് എന്നെ പിൻപറ്റാൻ കഴിയില്ല എന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം വിടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളെല്ലാം യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാളെല്ലാം എൻ്റെ കർത്താവ് തരുന്ന ആത്മാവിൻ്റെ രക്ഷ വലിയതും വിലയേറിയതുമാണെന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ ഹൃദയത്തിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് പിൻപറ്റുവാൻ സമർപ്പണം എടുത്തിട്ടുള്ളവർക്കൊക്കെ ഈ ലോകത്തിൽ വെച്ച് തന്നെ അത് പല മടങ്ങായി കിട്ടും. അല്ല,
വരുവാനുള്ള ലോകത്തില് അവർക്ക് നിത്യജീവൻ ഉറപ്പാണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്കത് പോരെ. ഈ ലോകം വിട്ട് നിത്യതയില് യേശുക്രിസ്തുവിന്റെ രാജ്യത്തില് വിശുദ്ധന്മാരുടെ നിരയില് നമുക്ക് നിൽക്കാനുള്ള ഉറപ്പ് ദൈവവചനം നമുക്ക് തന്നിരിക്കുകയാണ്. വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും നമുക്ക് തരും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കാറുണ്ടോ നാം മരിച്ചു കഴിയുമ്പോൾ എവിടെ എത്തുമെന്ന്? മരണത്തിനപ്പുറം നാം എവിടെ എത്തുമെന്ന് അനേകരും ചിന്തിക്കുന്നില്ല. ദൈവമക്കളെ, ഈ തിരുവചനമെല്ലാം കേട്ട് കൂട്ടായ്മ ആചരിച്ച് നടക്കുന്ന ഞാനും നിങ്ങളും നിരന്തരം ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം, മറ്റാരോടുമല്ല പ്രിയപ്പെട്ടവരെ, അവനവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കണം, കർത്താവേ, ഈ നിസാറിൻ്റെ ആത്മാവ് ഇന്ന് കടന്നുപോയാൽ നിന്റെ രാജ്യത്തിലേക്ക് വരുമോ എന്ന്, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമോ എന്ന്. എൻ്റെ ദൈവമക്കളെ, നാം എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ മൺകൂടാരം വിട്ട് ഈ ആത്മാവ് പറന്നു പോകുമ്പോൾ നിത്യതയില് അവിടുത്തെ രാജ്യത്തിൽ എത്തുവാനുള്ള ഒരുക്കം എനിക്ക് തരണമേ എന്ന്, അതിനുള്ള സമർപ്പണം എനിക്ക് തരണമേ എന്ന്, അതിനുള്ള ജീവിത വിശുദ്ധി എനിക്ക് തരണമേ എന്ന്, എന്നെ നിന്റെ തിരുരക്തം കൊണ്ട് ദിനംതോറും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവർ, ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്നറിയാമോ? എൻ്റെ യേശുവേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ദൈവമക്കളെ, കർത്താവ് പ്രസാദിക്കുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ യേശുവേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇന്ന് അനേകർക്കും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകരെന്ന് പിടികിട്ടിയിട്ടില്ല. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ വിളിക്കുകയുണ്ടായി. നല്ല പ്രായമുള്ള ആളാണ്. വിളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ ഇന്ന സ്ഥലത്താണ് വരുന്നത്, ചേട്ടനെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദിവസവും രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ആ ഫോട്ടോയുടെ മുമ്പിൽ ഒന്ന് വണങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ജീവിതം തുടങ്ങുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉടനെ പറഞ്ഞു കൊടുത്തു, പ്രിയപ്പെട്ട പിതാവേ, സഹോദരാ, അത് ഏറ്റവും വലിയ പാപമാണ്, ദൈവം വെറുക്കുന്നതാണ്. കാരണം ഒരു മനുഷ്യന്റെ മുമ്പിലും നാം ശിരസ് വണക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവര് നമ്മുടെ ജീവിതകാലത്ത് കാണിച്ചു തന്ന ആ മാതൃകപ്രകാരം നാം നടക്കണം. അവർ ചൂണ്ടിക്കാണിച്ചു തന്ന യേശുക്രിസ്തുവിനെ നാം പിൻവരണം. എന്നാൽ അവരെ ആരാധിക്കുക, അവരുടെ ഫോട്ടോയുടെ മുമ്പിൽ വണങ്ങുക, അത് പാപമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇതുപോലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളുമെല്ലാം യഥാർത്ഥമായ കണ്ണു തുറന്നു കിട്ടാത്ത പാവപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസികളെന്നും രക്ഷിക്കപ്പെട്ടവരെന്നും മാനസാന്തരപ്പെട്ടവരും യേശുക്രിസ്തുവിന്റെ വേലക്കാരെന്നും പറയുന്ന അനേകരുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ദൈവമക്കളെ, എൻ്റെ കർത്താവിൻ്റെ വചനം പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന്. ദൈവമക്കളെ, പിന്നെ അതിനോട് കൂട്ടിവെക്കാൻ ഏതെങ്കിലും ഉണ്ടോ? ഏത് വിശുദ്ധനാണെങ്കിലും എത്ര പരിശുദ്ധനാണെങ്കിലും ദൈവമക്കളെ, എൻ്റെ യേശുവിൻ്റെ രക്തം കൊണ്ടല്ലാതെ പരിശുദ്ധന്മാരില്ല. എൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്താലല്ലാതെ വിശുദ്ധന്മാരില്ല. യേശുവാണ് രക്ഷകൻ, യേശുവാണ് വീണ്ടെടുപ്പുകാരൻ. സഹോദരാ, നീ അവനെ പിടിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും നമുക്ക് കർത്താവ് നൽകും. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 22 വായിക്കാം. ആദ്യം 22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. ദൈവമക്കളെ, യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ അവയവങ്ങളെ പാപം കൂടാതെ ജീവിക്കാൻ സമർപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണെന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ഈ നിത്യജീവൻ എന്താണ്? അത് അന്തമായി, പ്രിയപ്പെട്ടവരെ, അവസാനമായി നമുക്ക് ലഭിക്കുന്നത് അതാണ്. ഈ ഭൂമിയിൽ നാം സമർപ്പണമെടുത്ത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മെ ദിനംതോറും വിശുദ്ധീകരിച്ച്
ശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നടത്തി പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അവസാനമായിട്ട്, അതിൻ്റെ അന്തമായിട്ട് നമുക്ക് നിത്യജീവൻ്റെ പൂർണ്ണത ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവങ്ങൾ ലഭിച്ചിരിക്കുന്നത് അച്ചാരമായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, എന്നാൽ പൂർണ്ണതയിലേക്ക് നാം മരണത്തിനപ്പുറം കടന്നു ചെല്ലുമെന്ന്, അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നുവെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ 19-ാമത്തെ വാക്യം കൂടി വായിക്കാം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ രീതിയിൽ പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ്. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ രീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അവന്റെ അവയവങ്ങളെ, ശരീരത്തിന്റെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെ അവയവങ്ങളെ നിയന്ത്രണമില്ലാതെ, നമുക്ക് കുറ്റബോധമില്ലാതെ എന്തും പ്രവർത്തിക്കാൻ, പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മുടെ അവയവങ്ങളെ വിട്ടുകൊടുത്തിരുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ അവയവങ്ങളെ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, പാപം കൂടാതെ ജീവിക്കുവാൻ നമ്മുടെ അവയവങ്ങളെ തന്നെത്താൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് മാനസാന്തരത്തിൻ്റെ അനുഭവം, അതാണ് രക്ഷയുടെ അനുഭവം. ദൈവമക്കളെ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കാൻ തന്നെത്താൻ സമർപ്പിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവമാണ് നിത്യജീവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ശുദ്ധീകരണം തന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തി അതിൻ്റെ അന്തമായി നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുമെന്ന് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മുടെ അവയവങ്ങളെ നീതിക്കും വിശുദ്ധിക്കുമായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഒരു കാലത്ത് അശുദ്ധിക്കും അനീതിക്കും അധർമ്മത്തിനും വിട്ടുകൊടുത്ത് പാപത്തിൽ മുഴുകി ജീവിച്ച നമ്മുടെ അവയവങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർന്നിട്ടുണ്ടോ എന്ന്, അതിനോട് ചേരുവാൻ നാം കൊതിക്കുന്നുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കറ എനിക്ക് പറ്റരുതെന്നുള്ള ഒരു നിഷ്ഠയും സമർപ്പണവും നമുക്കുണ്ടോ? ദൈവമക്കളെ, നാം ചിന്തിക്കണം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും കണക്കിടാത്തൊരു ദൈവസ്നേഹമുണ്ട്. ദൈവമക്കളെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും നമ്മോട് കണക്ക് ചോദിക്കാത്ത ആ കാൽവറിയിലെ സ്നേഹം. ദൈവമക്കളെ, നീ എത്ര പാപിയാണെങ്കിലും, യൗവനക്കാരാ, നീ എത്ര അഴുക്ക് ജീവിതം നയിച്ചവനാണെങ്കിലും, നീ എത്ര മദ്യത്തിൻ്റെ അടിമയാണെങ്കിലും, നീ എത്ര കൂട്ടുകെട്ടിൻ്റെ അടിമത്തത്തിലാണെങ്കിലും, എൻ്റെ സഹോദര, നീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു വാക്കിപ്പോൾ പറഞ്ഞാൽ, മകനെ, നിന്റെ ഇന്നുവരെയുള്ള ബന്ധനങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അഴിച്ചു കളയുവാൻ, നിന്നെ സ്വതന്ത്രനാക്കുവാൻ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അരികിലാണ് മകനെ നീ നിൽക്കുന്നത്. അവൻ നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പിതാവേ, യേശു നിന്റെ അരികിലുണ്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവേ, എന്നെ തന്നെ ഇപ്പോൾ നിന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം അശുദ്ധിക്കും അധർമ്മത്തിനും മദ്യപാനത്തിനും എല്ലാം വിട്ടുകൊടുത്ത് തകർന്നുപോയൊരു ജീവിതമാണെന്ന്. ദൈവമക്കളെ, തകർന്നുപോയതിനെ, ഉടഞ്ഞുപോയതിനെ പുതുക്കി മെനയുവാൻ യേശു വന്നിട്ടുണ്ട്. യൗവനക്കാരാ, നിന്നെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട് മകനെ. അവൻ നിന്റെ ഹൃദയവാതിക്കൽ മുട്ടി വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ എന്ന്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം കൊടുത്താൽ അവൻ നമുക്ക് നിത്യജീവൻ തരും, അവൻ നമുക്ക് സ്വർഗരാജ്യം തരും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ പാപത്തെ വിട്ട് ജീവിക്കാൻ, അശുദ്ധിയെ വിട്ട് ജീവിക്കാൻ, മദ്യപാനത്തെ വിട്ട് ജീവിക്കാൻ? ദൈവമക്കളെ, നിസ്സാരനായ എൻ്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ പറയും, ദൈവമക്കളെ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഇതൊക്കെ അസാധ്യമായ കാര്യങ്ങളാണെന്നാൽ ഞാൻ എളിമയോടെ പറയട്ടെ ദൈവമക്കളെ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ, യേശു ക്രിസ്തു നമ്മെ തൊട്ടാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ, മകനെ, ഇതൊന്നും തൊടാത്ത, ഇതിൻ്റെയൊക്കെ മുകളിലൂടെ നിന്നെ നടത്തുന്ന ഒരനുഭവമുണ്ട് സഹോദര. നീ സംശയിക്കണ്ട, നീ ചിന്തിച്ച് നിരാശപ്പെടണ്ട മകനെ. പാപത്തിന്റെ മേൽ ജയം തന്ന് നിന്നെ നടത്തുന്ന യേശുവാണ് നിന്നെ വിളിക്കുന്നത്. മകനെ, നിന്റെ ഹൃദയം, നിന്റെ മദ്യപാനാസക്തി, നിന്റെ അശുദ്ധിയോടുള്ള ആസക്തി, നിന്റെ കോപത്തിന്റെ ആസക്തി, ഇതുവരെയും ജയിക്കാൻ കഴിയാത്ത പാപങ്ങളെല്ലാം കുരിശിന്റെ വീട്ടിലേക്ക് ഇറക്കി വെച്ച് ദൈവത്തിലെ നീ ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ,
എൻ്റെ പാപങ്ങളുടെ മേലിന്ന് എനിക്കൊരു വിടുതൽ തരണമേ എന്ന്, എൻ്റെ ബന്ധനങ്ങളുടെ മേൽ എനിക്കിന്നൊരു സ്വാതന്ത്ര്യം വരുത്തണമേ എന്ന് തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. ദൈവത്തിരുനാമത്തിൽ